ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും സ്നേഹവന്ദനം കർത്തൃനാമത്തിൽ വിനീതമായി അറിയിക്കുന്നു. ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായമാണ്. അവിടെ ധാരാളം ആളുകൾ കർത്താവിൻ്റെ ശുശ്രൂഷ വേളകളിൽ കർത്താവിന് ചുറ്റും കൂടിയപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, പരീശന്മാരുടെ കാപട്യമാകുന്ന പുളിപ്പിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. പുളിപ്പ് രണ്ടർത്ഥത്തിൽ വിശുദ്ധ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നന്മയുടെ പ്രതീകമായും രണ്ട് തിന്മയുടെ പ്രതീകമായും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് ഉപമ പറയുമ്പോൾ അവിടെ ഒരു സ്ത്രീ അല്പം പുളിപ്പെടുത്ത് ഒരു കലം മാവിൽ ചേർത്തെന്നും ആ മാവ് വർദ്ധിച്ചുവെന്നും അവിടെ പറയുന്നുണ്ട്. അത് നന്മയുടെ പ്രതീകമായിട്ട് പറഞ്ഞതാണ്. സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം വളരെ ചെറുതാണ്. പക്ഷേ ആ യേശുവിൻ്റെ ഉപദേശം 12 പേരെ കൊണ്ട് ആരംഭിച്ച അത് ലോകം മുഴുവൻ വ്യാപിക്കും, അത് വർദ്ധിച്ചു പെരുകുമെന്നുള്ള ഒരു സൂചന. ഇത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങളിലും അതേ ഉപമ കർത്താവ് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ദുരുപദേശങ്ങളും. അതും മനുഷ്യനെ ശരിക്കും സ്വാധീനിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ്. അപ്പൊ ശാസ്ത്രപരീക്ഷന്മാരുടെ യഹൂദന്മാരുടെ ആ ദുഷിപ്പിനെ സൂക്ഷിച്ചു കൊള്ളണം. കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നു. ഇത് കർത്താവ് പറഞ്ഞു, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതെ നിഗൂഢമായിരിക്കുന്നത് അറിയപ്പെടാതെയും ഇരിക്കുകയില്ല. ഇരുട്ടത്ത് സംസാരിച്ചത് വെളിച്ചത്ത് കേൾക്കപ്പെടും. അറയിൽ മന്ത്രിച്ചത് അത് പുരമുകളിൽ ഘോഷിക്കും. അതായത് ഇപ്പോൾ ശിഷ്യന്മാർക്ക് രഹസ്യമായിട്ട് മാത്രമേ കർത്താവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയാൻ സാധിക്കുന്നുള്ളൂ. കാരണം യഹൂദന്മാരെ ഭയപ്പെട്ടിട്ട് അറകളിലിരുന്ന് അവർ പ്രാർത്ഥിക്കുകയും അറകളിലിരുന്ന് അതിനെപ്പറ്റി സംസാരിക്കുകയും യഹൂദന്മാരെ മറച്ച് ഓരോ മുറികളിലും വനാന്തരങ്ങളിലും ഗുഹകളിലൊക്കെ പോയിരുന്ന ജനങ്ങളോട് സംസാരിക്കുകയും അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ ഭയപ്പെട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഈ സുവിശേഷം അത് പിന്നീട് പരസ്യമായി ഘോഷിക്കപ്പെടുന്ന വലിയ അനുഭവത്തിലേക്ക് വരും. കർത്താവ് അന്ന് പറഞ്ഞത് ഇന്ന് എത്രയോ വാസ്തവമായിരിക്കുന്നു. അന്ന് അറക്കകത്ത് പറഞ്ഞതൊക്കെ ഇന്ന് എല്ലായിടത്തും ഘോഷിക്കപ്പെടുന്നതായ അവസ്ഥ, ഭയപ്പെട്ട് ചെയ്തതൊക്കെ ഇന്ന് പരസ്യമായി ധൈര്യത്തോടെ ഈ ദൈവവചനം സംസാരിക്കാനും കേൾക്കാനും ഒക്കെയുള്ള അവസരം ഇന്ന് ലോകത്ത് ദൈവം നമുക്ക് നൽകി എന്നുള്ളത് ആ വലിയ ഒരു സത്യം ഇവിടെ നമുക്ക് മനസ്സിലാവുന്നു. എന്നിട്ട് 4 മുതലുള്ള വാക്യങ്ങൾ കർത്താവ് പറയുന്നത്, ഈ സുവിശേഷം നിങ്ങൾ അറിയിക്കുന്നതിന് മുഖാന്തരം മഹാപീഡ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ അനുഭവിക്കേണ്ടി വരുമ്പോൾ മനുഷ്യരെ നിങ്ങൾ ഭയപ്പെടരുത്. അവർക്ക് നിങ്ങളുടെ ശരീരത്തെ മാത്രമേ കൊല്ലാൻ പറ്റുകയുള്ളൂ, ആത്മാവിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ശരീരം താൽക്കാലികമാണ്. ഏതാനും വർഷങ്ങളിലേക്ക് മാത്രം ഈ ഭൂമിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്നു മാത്രം. നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെറിയ കുരുവികളെ നോക്കുവേൻ, അതിനെ പോലും ദൈവം വിസ്മരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളെ എത്ര കരുതും. നിങ്ങൾ ഏൽക്കുന്ന ഓരോ പീഡകളും ഓരോ നിന്ദകളും കർത്താവിൻ്റെ സന്നിധിയിൽ അത് വലുതാണ്. കർത്താവ് പറഞ്ഞ നിങ്ങളുടെ ആ തലയിലെ ഒരു മുടി പോലും കർത്താവ് അറിയാതില്ല, അതുപോലെ അവൻ എണ്ണിയിട്ടുണ്ട്. എന്നും അത്രമാത്രം സൂക്ഷ്മതയോടെ ദൈവം നമ്മളെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ അവൻ്റെ മുടി നമുക്കൊരിക്കലും എണ്ണാനാവില്ല. ബാഹ്യമായി ഒരു രൂപം മാത്രമേ നമുക്ക് ആളിനെ കണ്ട് നമുക്ക് വിധിക്കാനാവുകയുള്ളൂ. നമ്മുടെ മുടി പോലും എണ്ണാൻ കഴിവുള്ള അത്ര ശക്തമായ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത്.
അപ്പോൾ ദൈവം അറിയാതെ ഒന്നും മുടി പോലും കൊഴിയുകയില്ല. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ആ കുരുവികളെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ അങ്ങനെ ഉണ്ടാകുന്ന പീഡകളൊക്കെ സഹിക്കാൻ, നിന്ദകൾ സഹിക്കാൻ നിങ്ങൾ ഭയപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി, സ്വർഗരാജ്യത്തിന് വേണ്ടി കർത്താവ് അവരെ പറഞ്ഞ് അവിടെ ധൈര്യപ്പെടുത്തുകയാണ്. പിന്നെ പറഞ്ഞു, എൻ്റെ അതിലെ 8 മുതലുള്ള വാക്യങ്ങളിൽ, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യപുത്രനായി എതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല. അന്ത്യ ന്യായവിധിയിലെ ഈ കഷ്ടങ്ങളൊക്കെ സഹിച്ച്, കർത്താവിന് വേണ്ടി നിന്നെയും സഹിച്ച്, കർത്താവിന് വേണ്ടി പറയുകയും വാദിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നവനെ പിതാവിന്റെ സന്നിധിയിൽ, ദൈവസന്നിധിയിൽ, അവിടെ മുഴുവൻ മാലാഖമാരാണല്ലോ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ നടുവിൽ വെച്ച് കർത്താവ് നമ്മളെക്കുറിച്ച് അവിടെ സാക്ഷ്യം പറയുമെന്നാണ്. ഇവിടെ കർത്താവിനെ നമ്മൾ തള്ളി പറയുകയാണെങ്കിൽ അവിടെയും കർത്താവ് നമ്മളെ തള്ളി പറയുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ സഹിക്കുന്നതായ പീഡകളോ നിന്ദകളോ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഇരട്ടി അനേകായിരം മടങ്ങ് പ്രതിഫലം ദൈവരാജ്യത്തിന് നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള വലിയ വാഗ്ദത്തം കർത്താവ് അവരോട് പറയുകയാണ്. മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതൊക്കെ ദൈവം ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിനെതിരായ പാവം ക്ഷമിക്കുകയില്ല. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. മത്തായിയിലും മർക്കോസിലൊക്കെ കർത്താവ് ഇത് ആവർത്തിച്ച് പറഞ്ഞു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പാപബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവിനാണ്. ആ പരിശുദ്ധാത്മാവിനെതിരായി നമ്മൾ പാപം ചെയ്യുമ്പോൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപമാണ്. യാദർച്ഛിക സംഭവിക്കുന്ന തെറ്റുകളും കുറവുകളും പാപങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും, അതൊക്കെ ദൈവം ക്ഷമിക്കും. എന്നാൽ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതിനെ അത് ക്ഷമിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ മുൻപാകെ ന്യായവിസ്താരത്തിലാകുമ്പോൾ എന്താണ് പറയേണ്ടത് എന്ന് നിങ്ങൾ വിചാരപ്പെടേണ്ട. അതൊക്കെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചുകൊള്ളും, അല്ലെങ്കിൽ അതിനുള്ള കഴിവ് അന്നേരം ദൈവം നിങ്ങൾക്ക് നൽകുമെന്നുള്ളതാണ്. 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് അഹങ്കാരിയായ ഒരു ധനവാനെ കുറിച്ചാണ്. അതിനു മുൻപ് ഒരുവൻ വന്ന് കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ, എൻ്റെ പിതൃസ്വത്ത് സഹോദരനുമായി പങ്കുവയ്ക്കുവാൻ അവനോട് നീ ആവശ്യപ്പെടണം. കാരണം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ഈ ഭൂമിയുടെ ഒരു ന്യായം വിധിക്കുന്ന ഒരാളായിട്ടാണ് ആ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കർത്താവിന് അവനോടുള്ള കർത്താവിൻ്റെ മറുപടി, അവനോട് സഹതാപം കർത്താവിന് ഇല്ലാതില്ല. എന്നാൽ തൻ്റെ ദൗത്യം ലൗകികമല്ല, ധനപരമായ കാര്യങ്ങളിൽ ന്യായാധിപനായിരിക്കുവാനല്ല ഞാൻ വന്നിരിക്കുന്നത് എന്ന സത്യമാണ് കർത്താവ് പറഞ്ഞത്. എന്നെ ഇതിനെ ന്യായം വിധിക്കുവാൻ എന്നെ ആരും ഫലമേൽപ്പിച്ചിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞ എൻ്റെ രാജ്യം ഐഹികമല്ല. നമുക്കറിയാം, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാവിധ അത്യാഗ്രഹത്തിൽ നിന്നും ആണ് ഈ പാപങ്ങൾ ഈ ഭൂമിയിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ടതാണ്. അത്യാഗ്രഹം സർവ്വ പാപങ്ങളുടെയും മുഖ്യ ഹേതുവാണെന്ന് നമുക്കറിയാം. അത് നമ്മൾ ഉണ്ടാകുമ്പോൾ നിത്യജീവനെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത മന്ദീഭവിക്കും. കാര്യസാധ്യത്തിനായി അവിഹിതമായ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും. നമുക്കറിയാം, ആദാമിൻ്റെ അത്യാഗ്രഹമായിരുന്നു അവനെ അധപ്പതിച്ച് ദൈവമാകാനുള്ള അവൻ്റെ അധപ്പതനം, ആദ്യ മനുഷ്യൻ്റെ. ലോത്തിന്റെ അത്യാഗ്രഹം അവൻ്റെ കുടുംബത്തിന് മൊത്തം നാശത്തിന് കാരണമായി.
ശൗലിന്റെ അത്യാഗ്രഹം അവനെ അവസാനം ഭ്രാന്തനാക്കി. അവന്റെ രാജ്യത്വവും നഷ്ടപ്പെട്ടു. ഗേഹാസിയുടെ ദ്രവ്യാഗ്രഹം നയമാന്റെ കുഷ്ഠരോഗവും അവന് വരാൻ കാരണമാക്കി. ആഖാന്റെ ദ്രവ്യാഗ്രഹം അവനെയും കുടുംബം മുഴുവൻ കല്ലെറിഞ്ഞു കൊല്ലേണ്ട സാഹചര്യം വരുന്നു. അനന്യാസും സഫീറായും അവരുടെ ദ്രവ്യാഗ്രഹം അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് ചെല്ലുന്നു. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ദൈവം നമുക്ക് തരുന്ന ആ നിത്യജീവനാണ് പ്രധാനം. അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നതാണ് പ്രധാന കാര്യം. ധനത്തിൻ്റെ ആധിക്യത്തിലല്ല നിത്യജീവനും അതിൻ്റെ ഫലമായ സമാധാനവും ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം, കൊട്ടാരങ്ങളിൽ സമ്പത്ത് ധാരാളം അവിടെ നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരിക്കലും സമാധാനമില്ല. എപ്പോഴും ശത്രുഭയമാണ്. ഒരു മണിക്കൂർ പോലും ഭയരഹിതമായ ഒരു രാജാവിന് ജീവിക്കുക പലപ്പോഴും അസാധ്യമാണ്. ശത്രുവിനെ ഭയപ്പെട്ടാണ് അവർ അവിടെ ജീവിക്കേണ്ടി വരിക. അപ്പം എന്നിട്ട് ഇവിടെ ഒരു മൂഢനായ മനുഷ്യൻ അവിടെ പറയുന്നുണ്ട്, അവന് ധാരാളം സമ്പത്തുകളുണ്ട്, ധാന്യങ്ങളുണ്ട്. അന്നത്തെ പ്രധാന വരുമാന മാർഗം നമുക്കറിയാമല്ലോ, കൃഷിയും ആടുമാടുകളൊക്കെയാണ്. ഇന്നത്തെ പോലെ വ്യവസായങ്ങൾ അധികമില്ല. അപ്പോൾ അവന് ധാരാളം ഭൂസ്വത്തുക്കളുണ്ട്. അതിൽ നിന്നുള്ള സമ്പാദ്യം അല്ല ഞാൻ എൻ്റെ അറകളിൽ സൂക്ഷിക്കും. ഞാൻ പുതിയ അറകൾ പണിയോടെ സൂക്ഷിക്കും. പിന്നീട് ഞാൻ പറയും, നീ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇത് യേശുക്രിസ്തുവിനെ മുൻപ് ജീവിച്ചിരുന്ന എപ്പിക്കൂറിൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഇത് ശൈലിയായിരുന്നു. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ നീ മരിക്കുമല്ലോ. ഈറ്റ്, ഡ്രിങ്ക് ആൻഡ് ബി മെറി, ഫോർ ടുമോറോ വി ഡൈ. ഇന്ന് ആധുനിക കാലത്ത് പോലും, അതിനുശേഷം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പലപ്പോഴും മനുഷ്യൻ്റെ തിയറി ഇത് തന്നെയാണ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, മരിക്കുന്നതിന് മുൻപ് എല്ലാം ആസ്വദിക്കുക എന്നുള്ളൊരു മനോഭാവത്തോടെ നമ്മളിത് പലപ്പോഴും കേൾക്കാറുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, ഇവിടെ നമ്മളെല്ലാം ആസ്വദിക്കണം. ശരിയാണ്, ഈ ഭൂമിയിലെ ജീവിതം നമുക്കുള്ളൂ. പക്ഷെ ഇതല്ല യഥാർത്ഥ ജീവിതം. ഇതിന് ശേഷമുള്ള ഒരു ലോകത്തെക്കുറിച്ചും ആ ലോകത്തിൻ്റെ സൗഭാഗ്യത്തെക്കുറിച്ചും ആ ജീവിതത്തെക്കുറിച്ചുമാണ് കർത്താവ് പറഞ്ഞതും പഠിപ്പിച്ചതും നമ്മുടെ പിതാക്കന്മാരെ ലക്ഷ്യം വെച്ചതും. ആ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിലെ സമ്പാദ്യം അവർ വേണ്ടെന്ന് വെച്ചു. അതാണ് ലോകം, താത, സഹോദര, ജാതി, തറവാട് ആകെ ഉപേക്ഷിച്ച് മരിച്ച് അടുത്ത ലോകത്തേക്ക് പോയാൽ മതിയെന്ന് അവർ ആഗ്രഹിച്ചു. കാരണം ആ ഒരു ലക്ഷ്യം, ആ ഒരു ദർശനം അവർക്കുണ്ട് എന്നുള്ളതായിരുന്നു. അതില്ലാത്തവൻ ഈ ഭൂമിയാണ് അവൻ്റെ സർവസ്വവും. അപ്പം അവിടെ പരമാവധി ആനന്ദം അനുഭവിക്കുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ടാണ് ഈ രാത്രി നിന്റെ പ്രാണനെ വിളിച്ചാൽ നീ സമ്പാദിച്ചതൊക്കെ ആരനുഭവിക്കും? ശരിയല്ല. ഓരോ മനുഷ്യരുടെയും പെട്ടെന്നുള്ള ഓരോ മരണങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ മനുഷ്യന് വാസ്തവത്തിൽ എന്താണുള്ളത്? എന്തെല്ലാം കണക്കൂട്ടുകൾ നമ്മളിങ്ങനെ നമ്മുടെ ഭാവിയെപ്പറ്റി നമ്മളിങ്ങനെ കണക്കൂട്ടുന്നു. പക്ഷെ നമുക്കറിയാം, ഒരു ശ്വാസം മാത്രമേ നമ്മളുള്ളൂ. അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാം പോയി. അങ്ങനെ സ്വയത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവനെ കർത്താവ് വിളിക്കുന്ന പേരാണ് മൂഢൻ. അവൻ പറഞ്ഞു, എന്നോട് തന്നെ ഞാൻ പറയും, എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു, ഞാൻ വലിയ കളപ്പുരകൾ പണിയും. എല്ലായിടത്തും അഹം, ഞാനെന്ന ഭാവം, അത് നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം നമ്മളൊന്നുമല്ല എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവികമായ ചിന്തയിൽ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി നമ്മൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ സമ്പത്ത് ആവശ്യമാണ്. പക്ഷെ അതിനുവേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക, ചിന്തിക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യാസം. കാരണം ഇതൊക്കെ ഈ ഏതാനും താൽക്കാലികമായി കുറേ വർഷം മാത്രമേ നമ്മളെ സഹായിക്കുകയുള്ളൂ. ഇനിയും
ദൈവപരിപാലനത്തിൻ്റെ ആ വലിയ ആശ്രയമാണ് 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. അത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ നമ്മൾ 34 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. ആകുല ചിന്ത നമുക്ക് പാടില്ല. ഭാവിയെപ്പറ്റി നമ്മളെ ഈ സമ്പാദ്യങ്ങളൊക്കെ ആകുല ചിന്തയിൽ നിന്നാണല്ലോ മനുഷ്യൻ കൂടുതലും ബുദ്ധിമുട്ടുന്നത്. ഭാവിയെ പറ്റിയുള്ള നമ്മുടെ ഭയം, നാളെ ഞാൻ എന്ത് ചെയ്യും. കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞ അതേ ഉപമ ഇവിടെ പറഞ്ഞു, പക്ഷിയെ, കാക്കയെ നോക്കി പഠിക്കുവിൻ, പക്ഷിയെ നോക്കി പഠിക്കുവിൻ. നമ്മൾ നേരത്തെ ചിന്തിച്ചതാണ്. അന്നന്ന് ആവശ്യമുള്ളത് മാത്രം അത് പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുകയും അത് കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് അത് പോയി വിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആകുല ചിന്ത നമ്മുടെ വിശ്രമം നമുക്ക് ഇല്ലാതാക്കുന്നു, ഭയവും നിരാശയും ദുഃഖവും നമ്മിൽ ഉളവാക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, മനുഷ്യൻ കൂടുതൽ ചിന്തിച്ചത് കൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ ദൈർഘ്യം നമുക്ക് കൂട്ടാൻ സാധിക്കും? ഇല്ല. 90-ാം സങ്കീർത്തനത്തിൽ മോശ പ്രാർത്ഥിച്ചതുപോലെ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്ന് ദൈവം അരുളി ചെയ്താൽ ആവില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും ഒരു അവകാശവുമില്ല. ആ നിമിഷം നമ്മൾ പോവേണ്ടി വരും. കർത്താവ് പറഞ്ഞു, വയലിലെ ലില്ലി ചെടികളെ നോക്കുവീൻ, അതിൻ്റെ പുഷ്പങ്ങളെ നോക്കുവീൻ, എത്ര മനോഹരമായി ദൈവം അതിനെ അണിയിച്ചൊരുക്കുന്നു. അതിനേക്കാൾ വിശേഷത ഉള്ളവനല്ലേ ദൈവസൃഷ്ടിയായ ഓരോ മനുഷ്യനും. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുക. സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, പക്ഷിമൃഗാദികളെ, സസ്യലതാദികൾ എത്ര മനോഹരമായി ദൈവം ഓരോരുത്തരെയും ഇങ്ങനെ ചമയിച്ച് ദൈവം നിർത്തുന്നു. ഓരോ പുഷ്പങ്ങളും നമ്മൾ നോക്കുക, അതിൻ്റെ ഇലകളൊന്ന് നോക്കുക, എത്ര മനോഹരമായി അതൊക്കെ ദൈവം സൃഷ്ടിച്ചു വെക്കുന്നത്. ഏതാനും കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള അതിനെ പോലും ദൈവം പരിപാലിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും നൽകിയ മനുഷ്യനെ എത്രമാത്രം പരിപാലിക്കും. അതോടൊറ്റ കാര്യം നീ ചെയ്താൽ മതി, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം സകലവും ദൈവം നിനക്ക് നൽകിക്കൊള്ളും. നിന്റെ ആകുലത ചിന്ത കൊണ്ടല്ല നീ അനുഗ്രഹിക്കപ്പെടുന്നത്. നിനക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ പൂർണ്ണമായി നമ്മൾ ഇത് സമർപ്പിക്കുക എന്നുള്ളതാണ്. നിത്യജീവനാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. അവനിങ്ങനെ സ്വയത്തിൽ ആശ്രയിച്ച് സംസാരിക്കുന്നവനെയാണ് ദൈവം മൂഢൻ എന്ന വാക്കിവിടെ ഉപയോഗിച്ചത്. ഇനിയും 35 മുതലുള്ള വാക്യങ്ങളിൽ, നിങ്ങൾ അരമുറുക്കിയും വിളക്ക് കത്തിച്ചും ഇരിക്കുവിൻ. നിങ്ങളുടെ യജമാനൻ കല്യാണ വിരുന്ന് കഴിഞ്ഞ് മടങ്ങി വന്ന് മുട്ടുന്ന ഉടനെ അവന് തുറന്നു കൊടുക്കുവാൻ അവൻ്റെ വരവ് കാത്തിരിക്കുന്നവരെ പോലെ ആയിരിക്കുക. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലഘട്ടങ്ങളിൽ ദാസന്മാര് അവരകെട്ടിയാണ് യജമാനന്മാരെ അവർ ശുശ്രൂഷിച്ചിരുന്നത്. പ്രത്യേകമായ വേഷം അവർക്കുണ്ടായിരുന്നു. അവർക്കെല്ലാം ഇടക്കെട്ടുണ്ടാവും. ഇടക്കെട്ട് ജോലി ചെയ്യാൻ, പ്രവർത്തിക്കാനുള്ള സന്നദ്ധതയാണ് അവിടെ കാണിക്കുക. അതുപോലെ തന്നെ ശത്രുവിനോട് പോരാടാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ദീപം, നിങ്ങളുടെ വിളക്ക് കത്തിയിരിക്കണം. അന്ധകാരത്തെ, പാപത്തെ നീക്കുവാൻ തക്കവണ്ണമുള്ള പ്രകാശമുള്ളവരായിരിക്കുക എന്നർത്ഥം. നേരത്തെ നമ്മൾ ചിന്തിച്ചാണല്ലോ, ചന്ദ്രൻ ഇരുണ്ട ഗോളമാണ്, പ്രകാശിക്കുന്നത് സൂര്യനെ അഭിമുഖമായി നിൽക്കുന്നത് കൊണ്ട് സൂര്യനിൽ നിന്ന് വെളിച്ചത്തെ അത് സ്വീകരിക്കുന്ന പോലെ നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ ആ ജീവിതത്തിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ച് എപ്പോഴും പ്രകാശമുള്ളവരായി, നന്മയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് പറഞ്ഞ യജമാനന്റെ വരവിനെ ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കണം. ഏത് യാമത്തിലാണ് വരുന്ന അറിയത്തില്ല, 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ. രാത്രി 4 യാമങ്ങളായിരുന്നു യഹൂദന്മാർക്ക് നമുക്കറിയാം. അതിനെ യഹൂദന്മാർ പിന്നെ
3 യാമങ്ങളാക്കി അവരതിനെ മാറ്റി. അതായത് ബാല്യവും യൗവനവും വാർദ്ധക്യവുമെന്ന്. ബാല്യകാലത്ത് ആദ്യത്തെ യാമത്തിൽ എല്ലാവരും വിശുദ്ധരാണ്, അതിനകത്ത് പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ആദ്യ യാമത്തെക്കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ എപ്പോഴാണ് യജമാനൻ വരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ യാമത്തിലാണ് നമ്മൾ അലക്ഷ്യമായിരിക്കാൻ സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ പാപത്തിലേക്ക് മുഴുകിപ്പോകാൻ സാധ്യത കൂടുതൽ, നമ്മുടെ ഉത്തരവാദിത്തത്തെ മറന്നു ജീവിക്കാൻ സാധ്യതയുള്ളത്. അതിലെ ജീവിതത്തിൽ ഏത് യാമത്തിലാണ്, യൗവനത്തിലാണോ വാർദ്ധക്യത്തിലാണോ 2-ാം യാമവും 3-ാം യാമവും ദൈവം നമ്മളെ വിളിക്കുന്നതെന്നോ നമ്മളോട് കണക്ക് ചോദിക്കുന്നതെന്നോ നമുക്കറിയാൻ മേലാത്തത് കൊണ്ട് എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാനുള്ള ആഹ്വാനമാണ്. അങ്ങനെ ഇരിക്കുന്നവനെ കർത്താവ് എങ്ങനെ ആദരിക്കും എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണുന്ന കൃത്യവാന്മാർ ഭാഗ്യവാന്മാർ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്ത് ചെന്നവരെ പരിചരിക്കുകയും ചെയ്യും. കർത്താവിന് വേണ്ടി നമ്മൾ ഇപ്പോൾ അധ്വാനിച്ചാൽ കർത്താവിൻ്റെ മഹാദിവസത്തിൽ കർത്താവ് നമ്മളെ ആദരിക്കും, നമ്മളെ ശുശ്രൂഷിക്കും. അതാണ് നമ്മൾ പാടുന്ന യജമാനൻ വരുമെന്ന നേരത്ത് ഉണർവുള്ളവരായി നമ്മൾ പാടുന്നില്ലേ? താതനിരുത്തും മേശയ്ക്ക് പുത്രൻ പരികർമ്മിക്കും. പിതാവ് ഒരുക്കുന്നതായ ആ മേശയിൽ നമ്മളെ പുത്രൻ ശുശ്രൂഷിക്കും. അതാണ് കർത്താവ് നേരത്തെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ ഇരുത്തും. ആ തുല്യ പദവി നമുക്ക് തന്നെ നമ്മളെ ദൈവം ആദരിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് യാമത്തിൽ വിളിക്കപ്പെടേണ്ടി വന്നാലും ആ സമയത്തൊക്കെ ഒരുക്കത്തോടെ ജീവിക്കുവാൻ നമുക്ക് തയ്യാറാവാം. പിന്നീട് 41 വാക്യങ്ങളിൽ പത്രോസ് ശ്ലീഹാ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് അവരോട് ഒരു ഉപമ കൂടി അവിടെ പറയുന്നു. യഥാസമയം ഭക്ഷണം കൊടുക്കേണ്ടതിന് യജമാനൻ അവരുടെ മേൽ നിയമിച്ചാക്കിയ വിശ്വസ്തനും വിവേകിയുമായ കാര്യസ്ഥനാരാണ്. യജമാനൻ വരുമ്പോൾ ജോലിയിൽ വ്യാപൃതനായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. അവനെ സകല സ്വത്തുക്കളുടെയും മേൽ അവൻ അധികാരിയാക്കി നിയമിക്കും. എന്നാൽ യജമാനൻ വരാൻ വൈകുമെന്ന് പറഞ്ഞ് അവൻ ദാസന്മാരെയും ദാസിമാരെയും ഒക്കെ അടിക്കാനും അത് തിന്നുകുടിച്ച് ഉന്മത്തനാകാനും ഒക്കെ തുടങ്ങിയാൽ അവൻ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വരികയും അവനെ ശിക്ഷയ്ക്ക് അവൻ്റെ പങ്ക് അവിശ്വാസികളുടെ കൂടെ ആക്കുകയും ചെയ്യും. എന്നിട്ട് കർത്താവ് പറഞ്ഞു, അപ്പം നിന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഏദൻ എന്ന പർദീസായിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കുമ്പോൾ ഉൽപ്പത്തി 2:15 2 ഉത്തരവാദിത്വം അവന് കൊടുത്തിരുന്നു. ഒന്ന് തോട്ടത്തിൽ വേല ചെയ്യാനും അതിനെ സൂക്ഷിക്കാനുമാണ്. ഏദൻ തോട്ടത്തിൽ എല്ലാവിധ ഫലങ്ങളുമുണ്ട്, അതെല്ലാം ഭക്ഷിക്കാനുള്ള അവകാശം അവനുണ്ട്. ആ അവകാശം അവന് ലഭിക്കുന്നത് 2 കാര്യങ്ങൾ അവൻ ചെയ്യണം. ഒന്ന്, അവൻ ആ തോട്ടത്തിൽ വേല ചെയ്യണം. 2, അതിൽ ശത്രു പ്രവേശിക്കാതെ സൂക്ഷിക്കണം. ഈ 2 ഉത്തരവാദിത്വമാണ് ദൈവം നമ്മളെയും ഏൽപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, നിരന്തരമായി ദൈവരാജ്യത്തെ പ്രതി നമ്മൾ ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. 2, ശത്രു പിശാച് കയറാതെ അതിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ജീവിതത്തെ, സഭയെ, സമൂഹത്തെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അങ്ങനെ ചെയ്യാത്തവനെ യജമാനൻ ശിക്ഷിക്കുമെന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. കാരണം എന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിനൊരുങ്ങിയോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. എന്നാൽ അറിയാതെയാണ് ഒരുവൻ ശിക്ഷാർഹമായ തെറ്റ് ചെയ്തതെങ്കിൽ അവന് ലഘുവായ അവന് ശിക്ഷ അനുഭവിക്കുകയുള്ളൂ. ഇതാണ് ജാതികളും നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം. നമ്മൾ സത്യം മുഴുവൻ അറിഞ്ഞവരാണ്.
നിയമം നമുക്കറിയാം, ഏത് ചെയ്യണം ഏത് ചെയ്യണ്ടെന്ന് നമുക്കറിഞ്ഞു ഒക്കെ നമുക്ക് നല്ല വ്യക്തതയുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് 10 കൽപ്പന കൊടുത്തു, ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്നൊക്കെ അവർക്ക് നിയമങ്ങൾ കൊടുത്തു. പുതിയ നിയമത്തിൽ അതിൻ്റെയൊക്കെ അർത്ഥം കർത്താവ് നമുക്കൊന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. എന്നാൽ ജാതിയായിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും അവൻ അറിഞ്ഞുകൂടാ. അവൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് അവൻ പലപ്പോഴും തെറ്റ് ചെയ്യുന്നത്. അവന് ശിക്ഷ വളരെ കുറവായിരിക്കും. നമ്മൾ നിയമം അറിഞ്ഞിരിക്കെ നിയമം ലംഘിച്ചാൽ ശിക്ഷ കൂടുതലാണ്. നിയമം അറിയാതെ ആ തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ താരതമ്യേന കുറവായിരിക്കും. നിയമം അറിഞ്ഞിട്ടും നിയമം ലംഘിക്കുന്നവന് ശിക്ഷ കൂടുതലാണ്. നേരത്തെ പറഞ്ഞു, യാദർച്ഛികമായി സംഭവിക്കുന്നതും മനഃപൂർവ്വം ചെയ്യുന്നതുമുണ്ട്. നമ്മളുടെ ശൈശവ പ്രായം മുതൽ ദൈവികമായ കൽപ്പനകൾ കേൾക്കുകയും പഠിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നില്ലെങ്കിൽ നമുക്ക് ശിക്ഷ അധികമാണെന്നുള്ള ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠതയും മറ്റുള്ളവരെക്കാൾ വലുതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. 49 മുതൽ ഉള്ള വാക്യം വായിക്കുന്ന മത്തായിയുടെ സുവിശേഷം 10:34 മുതൽ കർത്താവ് പറഞ്ഞതാണ്, ഞാൻ ഭൂമിയിൽ വന്നത് സമാധാനമുണ്ടാക്കുവാനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, കലഹമുണ്ടാക്കുവാൻ, എന്നല്ലേ, ഭിന്നിപ്പുണ്ടാക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇവിടെ നമ്മൾ ഏത് രീതിയിലാണ് കർത്താവ് അത് പറഞ്ഞത്? അത് നമ്മൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ ചിന്തിച്ചതാണ്. കർത്താവിൻ്റെ നാമം ഏറ്റുപറയുന്നത് മുഖാന്തരം അനുഭവിക്കേണ്ടി വരുന്ന വാളിനെ കുറിച്ചാണ് ഇവിടെ പറയുക. ആ ഒരു കർത്താവിനെ ഏറ്റുപറയുന്ന വരുമ്പോൾ ഒരു യഹൂദന്റെ ഭവനത്തിൽ അപ്പനും മകനും തമ്മിൽ പ്രശ്നമുണ്ടാകും. മകൻ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അപ്പൻ എതിർക്കും, മകൾ വിശ്വസിച്ചാൽ അമ്മ എതിർക്കും, മരുമകൾ അമ്മായിയമ്മ, അവിടെയെല്ലാം അങ്ങനെ ഒരു കഷ്ടം നിങ്ങൾ സഹിക്കേണ്ടി വന്നാലും, എതിർപ്പ് സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ അത് വഹിക്കണം. അപ്പം ആ കലഹം ദൈവനാമത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവനാമം ഏറ്റുപറയുന്നത് മുഖാന്തരം വഹിക്കേണ്ടതായ വാളാണത്. എന്നാൽ ഇന്നും വാളുണ്ട്, കലഹങ്ങളുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അധികാരത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടിയൊക്കെയാണ് ഇന്ന് സഭയിലും സമൂഹത്തിലൊക്കെ വാദങ്ങളും തർക്കങ്ങളും കലഹങ്ങളും വ്യവഹാരങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഒരു വാൾ വഹിക്കാൻ ദൈവം ആരോടും പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ നാമം ഏറ്റുപറയുന്നതിന് മുഖാന്തരം നമ്മൾ വഹിക്കേണ്ട വാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. 54 മുതൽ കർത്താവ് പറയുന്നു, കാലത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രവചിക്കാൻ സാധിക്കുന്നുണ്ട്. പടിഞ്ഞാറ് കാർമേഘം വീഴുന്നത് കണ്ടാൽ ഉടൻ മഴ വരുമെന്ന് നമ്മൾ പറയുന്നു. നമ്മുടെ നാട്ടിൽ നമുക്കറിയാം, മൺസൂൺ ഉണ്ടാകുന്നത്, അതിൻ്റെ മഴക്കാറ് കൊള്ളുന്നത് പടിഞ്ഞാറ് വശത്താണ്. എന്നാൽ തുലാമഴയ്ക്ക് പടിഞ്ഞാറ് വശത്തല്ല കാർമേഘം ഉണ്ടാകുന്നത്, കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടാണ്. അത് കാണുമ്പോൾ പ്രായമുള്ളവർക്കറിയാം ഇടവപ്പാതി അല്ലെങ്കിൽ മൺസൂൺ ആരംഭിച്ചു എന്ന് പ്രായമുള്ളവർ പറയുമായിരുന്നു. അവർക്ക് ഇന്നത്തെ പോലെ കാലാവസ്ഥാ പ്രവചനങ്ങളൊന്നും അക്കാലത്തില്ലായിരുന്നു. ആകാശത്തെല്ലാം ഒക്കെ ലക്ഷണം നോക്കി അവർ പറയും. കർത്താവ് ചോദിക്കുന്ന ഇതേ ഉള്ളൂ, അങ്ങനെ ഈ ഭൂമിയെ നോക്കി, പ്രപഞ്ചത്തെ നോക്കി, കാലാവസ്ഥയെ നോക്കി നിങ്ങൾക്ക് പ്രവചിക്കാൻ അറിയാമെങ്കിൽ അന്ത്യകാലത്തെക്കുറിച്ച് കർത്താവ് തന്ന ഈ വെളിപ്പെടുത്തലുകളൊക്കെ മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ വിവേചിക്കാൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങളെ വിവേചിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഇതിലെ പല ചിന്തകളും ഇതിനു മുമ്പുള്ള സുവിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ട് നമ്മൾ ധ്യാനിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി ഈ 12-ാം അധ്യായം വായിച്ച് ധ്യാനിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കിടയായിട്ട് തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ ശക്തീകരിക്കട്ടെ.